നമസ്കാരം. അതിനിർണായകമായിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനായിട്ട് ഇനി കേവലം ഒരു വർഷത്തോളം മാത്രം ദൂരമുള്ളപ്പോൾ ഇപ്പോൾ എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയും പരമാവധി മണ്ഡലങ്ങൾ കയ്യിൽ ഒതുക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലും പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയാണ് എല്ലാ മുന്നണികളുടെയും പ്രധാന ലക്ഷ്യം. അതേസമയം കേരള നിയമസഭയിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ അക്കൗണ്ട് തുറക്കുകയാണ് BJPയുടെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ ജില്ലയെന്ന് പറയുന്നത്. ഇതിൽ ചാലക്കുടി ഒഴികെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടത് MLAമാരാണ് ഉള്ളത്. ഇതിലാവട്ടെ ഭൂരിഭാഗം മണ്ഡലങ്ങളും കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിലയുറപ്പിച്ചവയുമാണ്. 7 പേർ CPM MLAമാരും 3 പേർ CPI MLAമാരുമാണ്. ചേലക്കര മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ച് വിജയിക്കുക എന്നത് ഒരിക്കലും നടപ്പുള്ള ഒരു കാര്യമേ അല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ UDFന് ചേലക്കരയിൽ ജയിക്കുവാനായിട്ട് കഴിയുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ച് അവിടെ വിജയക്കൊടി പാറിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചേലക്കര ഇടതിനൊപ്പം തന്നെ നിലകൊള്ളുവാനാണ് കൂടുതലും സാധ്യത. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UR പ്രദീപ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും അവിടെ സ്ഥാനാർത്ഥിയാകുവാനും അതോടൊപ്പം വിജയിക്കുവാനുമാണ് കൂടുതലും സാധ്യതയുള്ളത്. നമുക്കറിയാം, പിണറായി സർക്കാരിനെതിരെ കടുത്ത ജനവികാരം, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ ചെങ്കൊടി പാറിക്കാനായിട്ട് ഇടതുപക്ഷത്തെ കൊണ്ട് സാധിച്ചുവെന്നതാണ് ശ്രദ്ധേയം. ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമായി തന്നെ ചേലക്കര മാറുകയായിരുന്നു. ഇനി കുന്നംകുളം മണ്ഡലത്തിലേക്ക് വന്നാലും അവിടെയും പ്രത്യേകിച്ച് മറ്റ് അട്ടിമറികൾക്കൊന്നും തന്നെ സാധ്യതയില്ല. നിലവിൽ മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീനാണ് അവിടെ MLA ആയിട്ടുള്ളത്. നമുക്കറിയാം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ അതെല്ലാം തന്നെ അദ്ദേഹവും പാർട്ടിയും ആരോപണ വിധേയരായെങ്കിലും കുന്നംകുളം തീർച്ചയായിട്ടും ഇടതിനൊപ്പം തന്നെ നിലകൊള്ളുവാനാണ് കൂടുതലും സാധ്യത. 2001 ഒടുവിലായിട്ട് ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. പിന്നീട് 2011 16 UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMPയുടെ നേതാവായിട്ടുള്ള CP ജോൺ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടിയിട്ട് അവിടെ രംഗത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ തവണയാണ് ആ മണ്ഡലം തിരികെ ഏറ്റെടുക്കുന്നത്. പറയത്തക്ക മികച്ച സ്ഥാനാർത്ഥികൾ കുന്നംകുളത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതേസമയം ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത തവണയും ആ മണ്ഡലം UDFനൊപ്പം നിലകൊള്ളുന്നതിനാണ് കൂടുതലും സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. 2006 വരെ തീർച്ചയായിട്ടും ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നിരുന്നത്. 2006 KV അബ്ദുൽ ഖാദറിലൂടെയാണ് ഗുരുവായൂർ മണ്ഡലം CPM തിരികെ പിടിക്കുന്നത്. പിന്നീട് ഇതുവരെയും ആർക്കും CPM ആ മണ്ഡലം വിട്ടു നൽകിയിട്ടുമില്ല. NK അക്ബറാണ് നിലവിലെ MLA ആയിട്ടുള്ളത് അവിടെ. എന്നാൽ മണ്ഡലമാകെ UDFന് അനുകൂലമായിട്ടുള്ള വേരോട്ടമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ മണ്ഡലത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവശ്വാസം നൽകിയത് തന്നെ ചാവക്കാട് ഉൾപ്പെടുന്ന ഗുരുവായൂർ മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റട്ടിമറികളൊന്നും തന്നെ അവിടെ നടന്നില്ല എങ്കിൽ ഗുരുവായൂർ തീർച്ചയായിട്ടും UDFനൊപ്പം തന്നെ നിലകൊള്ളാനാണ് കൂടുതലും സാധ്യത. ഇനി മണലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ മണലൂരിൽ CPMന്റെ മുരളി പെരുന്നല്ലിയാണ് നിലവിലെ MLA. മണ്ഡലം രൂപീകൃതമായിട്ടുള്ള 1957 CPM നേതാവായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി വിജയിച്ചതൊഴിച്ചാൽ 96 വരെ തുടർച്ചയായിട്ട് മണ്ഡലം കോൺഗ്രസിനൊപ്പം നിലകൊണ്ടിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള NI ദേവസിക്കുട്ടിയും അതോടൊപ്പം തന്നെ VM സുധീരനും 3 തവണയാണ് ആ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത്. 2006 മുരളി പെരുന്നല്ലിയിലൂടെയാണ് CPM ആ മണ്ഡലം തിരികെ പിടിക്കുന്നത്. എന്നിട്ടും ആ മണ്ഡലമാകട്ടെ മാറി മാറി UDFനും LDFനും ഒപ്പം തന്നെ നിലകൊണ്ടു. കഴിഞ്ഞ 2 തവണയായിട്ട് CPMനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് മണലൂർ എന്നത് വലിയ കടമ്പയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മണലൂരിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അനായാസം UDFനൊപ്പം തന്നെ ആ മണ്ഡലം പോന്നേക്കും. ഇനി വടക്കാഞ്ചേരി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി മണ്ഡലം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൈവിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകൾ ഏറെയാകുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ചെങ്കിലും അതിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ആ മണ്ഡലത്തിൽ വിജയിച്ചു വന്നിരുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അനിൽ അക്കര CN ബാലകൃഷ്ണന് തുടർച്ചക്കാരനായിട്ട് വിജയിക്കുകയായിരുന്നു. വടക്കഞ്ചേരി രൂപീകരിച്ചത് മുതൽ തന്നെ ദീർഘകാലം കോൺഗ്രസിനൊപ്പം തന്നെ നിലകൊണ്ട ഒരു മണ്ഡലമായിരുന്നു അത്. മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ തന്നെ ആ മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ച് വിജയിക്കുവാൻ കഴിയുമെന്നാണ്
രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി അടുത്ത മണ്ഡലം ഒല്ലൂരാണ്. ഒല്ലൂർ നിയോജക മണ്ഡലം രൂപീകൃതമായത് മുതൽക്കേ തന്നെ CPIക്കും കോൺഗ്രസിനുമൊപ്പമാണ് മാറി മാറി നിലകൊള്ളുന്നത്. കഴിഞ്ഞ 3 തവണയായിട്ട് CPI നേതാവായിട്ടുള്ള K രാജനാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ തന്നെ അടുത്ത തവണ തീർച്ചയായിട്ടും ഒല്ലൂർ അത് UDFനൊപ്പം തന്നെ നിലകൊണ്ടേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇനി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ CPMൻ്റെ P ബാലചന്ദ്രനാണ് നിലവിലെ MLA എന്ന് പറയുന്നത്. BJPയും കോൺഗ്രസും ഒരേപോലെ തന്നെ പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പല വമ്പന്മാരെയും കോൺഗ്രസ് അണിനിരത്തിയിട്ടും കോൺഗ്രസ് അവിടെ സന്ദീപ് വാര്യരെ ഇറക്കി തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടുവാനുള്ള നീക്കങ്ങളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നാട്ടികയാണ്. നാട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിക നിലവിൽ CPMന് ഒപ്പമുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും TN പ്രതാപൻ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായി അവിടെ വരുന്നതോടുകൂടി ആ മണ്ഡലം തിരിച്ചു പിടിക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. കാരണം ഏറെക്കുറെ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രതാപൻ ഇതിനോടകം തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മണ്ഡലമാണ് കയ്പമംഗലം. കയ്പമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കയ്പമംഗലം നിയോജക മണ്ഡലം നിലവിൽ CPIയുടെ കൈകളിലാണ്. UDFൻ്റെ ഭാഗമായിട്ടുള്ള RFP ആണ് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത തവണ അവിടെ മറ്റു അത്ഭുതങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശോഭ സുബിൻ കയ്പമംഗലത്തെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ആ മണ്ഡലം RSP വിട്ടു നൽകുന്നതിനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ മന്ത്രിയും CPM വനിതാ നേതാവുമായിട്ടുള്ള R ബിന്ദുവാണ് MLA ആയിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടനാണ് തുടർച്ചയായിട്ട് കഴിഞ്ഞ 2 തവണയും അവിടെ പരാജയപ്പെട്ടത്. കേരള കോൺഗ്രസ് തന്നെ വീണ്ടും അവിടെ ആ മണ്ഡലത്തിൽ മത്സരത്തിന് ഇറങ്ങിയാൽ CPM തന്നെ വിജയിക്കുന്നതിനാണ് കൂടുതൽ അവിടെ സാധ്യതയുള്ളത്. ഇനി പുതുക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പുതുക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പുതുക്കാട് നിലവിൽ CPM നേതാവായിട്ടുള്ള KK രാമചന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പുതുക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM തന്നെ അവിടെ വിജയിക്കുന്നതിനാണ് കൂടുതലും സാധ്യതയുള്ളത്. ഇനി അടുത്ത മണ്ഡലം ചാലക്കുടിയാണ്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള TJ സനീഷ് കുമാറാണ് അവിടെ MLA എന്ന നിലയിൽ ഇപ്പോൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ അവിടെ വീണ്ടും മത്സരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിജയിക്കുന്നതിനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇനി അടുത്ത മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും BJP അവിടെ സംഘടനാപരമായിട്ട് ഏറെ ശക്തരാണ്. എന്നിരുന്നാലും വിജയത്തിലേക്ക് കടക്കുന്നതിനുള്ള വോട്ട് നില BJPയെ സംബന്ധിച്ച് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും കൊടുങ്ങല്ലൂരിൽ ഇടത് വിജയിക്കുകയും അതോടൊപ്പം തന്നെ BJP അവിടെ രണ്ടാമതായിട്ട് വരുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP മുഴുവൻ മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം നടത്തിയായിരുന്നു വിജയത്തിലേക്കൊക്കെ തന്നെ എത്തിയത്. അപ്പോൾ അത്രയും തന്നെ വോട്ടുകൾ BJPക്ക് ലഭിച്ചെങ്കിലും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ശക്തിയായി തന്നെ BJP മാറുമെന്നാണ് ഇപ്പോൾ അവർ സ്വയം അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ആരൊക്കെ 2026 തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറുമെന്ന് തീർച്ചയായിട്ടും വോട്ടർമാരുടെ പ്രതികരണത്തിലൂടെ തന്നെ കാണേണ്ടതാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.